നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നന്മയാണ്, സമാധാനമാണ്, സത്യമാണ്. അത് ദൈവികമായൊരു എനർജിയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും നല്ലതാണോ മോശമാണോ എന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അത് കുഴപ്പമില്ല, അത് സാരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന മോശം പ്രവൃത്തികൾ നമ്മുടെ സമാധാനം കളയുന്നത്. ആരും അറിഞ്ഞില്ലെങ്കിലും ആ കർമ്മത്തിന് നിങ്ങളുടെ ഉള്ളിൽ നന്മയ്ക്ക് അത് തിരിച്ചറിയാം. അത് ശരിയാണോ അത് തെറ്റാണോ എന്ന് നിങ്ങളെ തന്നെ നശിപ്പിക്കാനും ഉയർത്തിയെടുക്കാനുള്ള കഴിവ് നിങ്ങളുടെ കർമ്മത്തിനുണ്ട്. കർമ്മഫലം എന്ന് പറയുന്നത് സത്യമാണ്. സത്യത്തിൽ ഈ പണത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഈ പണം എന്ന് പറയുന്നത് ആ നോട്ടുകെട്ടുകളേക്കാൾ ഉപരി ഒരു എനർജിയാണ്. നമുക്കറിയാം അല്ലേ? നമ്മുടെ കയ്യിലുള്ള പണം എപ്പോഴും സത്യമുള്ള പണമായിരിക്കണം, സന്തോഷമുള്ള പണമായിരിക്കണം. എ ഹാപ്പി പോക്കറ്റ് ഫുൾ ഓഫ് മണി എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അതിൽ പറയുന്നുണ്ട്, നമ്മുടെ കയ്യിലുള്ള ഒരു 50,000 രൂപ അത് മോഷ്ടിച്ച പൈസയാണെങ്കിലും അല്ല, നമ്മൾ ഇഷ്ടപ്പെട്ടൊരു ജോലി കിട്ടുന്ന പൈസയാണെങ്കിലും രണ്ടിനും നമുക്ക് തരുന്ന ഇമോഷൻ വ്യത്യാസം ഉണ്ടാവില്ലേ? രണ്ടും 50,000 രൂപയാണെങ്കിലും രണ്ടുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഇമോഷൻ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ പണം എപ്പോഴും ആ നോട്ടുകെട്ടുകളെക്കാൾ ഉപരി ഒരു ഇമോഷനാണ്, ഒരു എനർജിയാണ്. അത് സത്യമുള്ളതാക്കി കാത്തു സൂക്ഷിക്കുക. നമ്മുടെ മണി എനർജി എപ്പോഴും ഉയർത്തി വെക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കടം വാങ്ങിച്ചാലൊക്കെ വാക്ക് പാലിക്കുക, ആ സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരിങ്ങോട്ട് വിളിക്കുന്നതിന് മുൻപ് നമ്മൾ അങ്ങോട്ട് വിളിച്ച് ഒരു അവധി പറയാനെങ്കിലുള്ള മനസ്സെങ്കിലും നമ്മൾ കാണിക്കണം. അല്ലെങ്കിൽ ആ ബന്ധവും നഷ്ടപ്പെടും, ആ പണവും നഷ്ടപ്പെടും. എന്നേക്കുമായി നമ്മൾ മണി എനർജി ഇല്ലാണ്ടാക്കുകയാണ്. അപ്പം ആ തെറ്റൊരിക്കലും ചെയ്യരുത്. ഇതുപോലെ തന്നെയാണ് കടം കൊടുത്താലുള്ള അവസ്ഥയും. ചിലപ്പോൾ കടം കൊടുത്താലും നമ്മൾ അതിൻ്റെ പിന്നാലെ നടന്ന് അപ്പോഴും നമ്മൾ നമ്മുടെ മണി എനർജി ഇല്ലാതാക്കുന്നുണ്ട്. മറ്റുള്ളവരൊരു തെറ്റ് ചെയ്യുന്നതിന് നമ്മൾ ശിക്ഷ വാങ്ങിക്കുന്നതിന് തുല്യമാണ്. അവരെ ശപിക്കുന്നതിന് പകരം അവർക്ക് സന്തോഷത്തോടെ ആ പണം തിരിച്ചു തരാനുള്ള അവസ്ഥ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അവരെ ബ്ലെസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ലീഗൽ ആക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം, പക്ഷെ നമ്മുടെ എനർജി താഴേക്ക് കളയരുത്. അതാണ് ചെയ്യേണ്ടത്. അതിനൊക്കെ ഉപരിയായിട്ട് നമ്മൾ നഷ്ടപ്പെട്ട പൈസയേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഓവർഫ്ലോയിലാണ്, സമൃദ്ധിയിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ നഷ്ടപ്പെട്ട പണം അതിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു വസ്തു കൂടെ നമ്മുടെ ആ ഒരു മണി എനർജിയെ നമ്മൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആര് വിചാരിച്ചാലും നിങ്ങളുടെ മണി എനർജി താഴേക്ക് പോകരുത്. കീപ് ഗോയിങ്.